ഞാനിത് ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഴുതണോടുകൂടി സംസാരിക്കാം എന്ന് വിചാരിച്ചു. ബിക്കോസ് നോർമലി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർത്തിവെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. എന്നെക്കുറിച്ച് ആൾക്കാർ അറിയാത്തൊരു പുതിയ ആൾക്കാരുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയാം എന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ പേര് ഉഷയാണ്. നോർമലി എല്ലാവരും എന്നെ ഉഷ എന്ന് തന്നെ വിളിക്കുക. അമ്മ എന്നെ ഉഷ ജി എന്ന് ചിലപ്പോൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉഷക്കുട്ടി എന്നും വിളിക്കാറുണ്ട്. ഈ കുട്ടി ലോകം എന്നുള്ള ഒരു പേര് അങ്ങനെയാണ് വന്നത്. കുട്ടി എന്ന് വിളിക്കുമ്പോൾ ചെറുത്, അല്ലെങ്കിൽ കുട്ടി സ്മോൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉഷാസ് കുട്ടി ലോകം ഇത് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പേരാണ്. അതിന് മുന്നേ ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് തന്നെയായിരുന്നു പേര്, ചാനലിൻ്റെ പേര്. ഈ പേര് ഞാൻ MA ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഇതിൽ അപ്ഡേറ്റ് ചെയ്യണം, നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്ട്സൊക്കെ വരുമ്പോൾ നമ്മളതിനെ എന്താ പറയുക, ഒരു ആർട്ടിക്കിൾ പോലെ ഉണ്ടാക്കി അതിൻ്റെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ സൈറ്റിൽ, നമ്മുടെ തന്നെ സൈറ്റിൽ നമ്മളന്ന് വേർഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പ്രസ് എന്നാണ് അതിൻ്റെ പേര്. വേർഡ് പ്രസ് എന്നാണ് ആ വെബ്സൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഇത് പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബ്ലോഗ് പോലെ അന്ന് ഞാൻ 2020 ആ സമയത്തായിരുന്നു ഞാൻ ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് പക്ഷേ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ശരിക്കും പറയാൻ വെച്ചാൽ പഠിക്കണേൻ്റെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണേന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൽ ധാരാളം എല്ലാ ആഴ്ചയും ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു മോഡ്യൂൾ, ഒരു 5 മോഡ്യൂളാണ് ഉണ്ടായിരുന്നത്. അപ്പം 5 മോഡ്യൂളിൽ അപ്പം ഞാൻ ഈ പേര് എനിക്ക് സജസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നിയൊരു പേര് ഞാൻ എവിടെയോ കേട്ടത്, ഞാൻ ചെയ്ത ഒരു പേരാണ്. അപ്പം ഞാൻ അങ്ങനെ ഇട്ട പേരാണ് ഈ ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് എന്ന്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി ആണ് കുട്ടി ലോകം എന്നുള്ള രീതിയിൽ ഞാനത് വിചാരിച്ചത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര സ്മോളാണ്, പക്ഷേ ഇറ്റ് ക്യാൻ ബ്രിങ് എ ലോട്ട് ഓഫ് ഇമ്പാക്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഈവൻ ഇഫ് യു ആർ an artist also, it can bring a lot of change. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യമായാലോ, അതെ, എവ്രിബഡി ഈസ് ഡൂയിങ്, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നോബഡി ഈസ് ഓൺ ദ സ്പോട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് റിയലി ഗുഡ്, ബിക്കോസ് യു ഗെറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വെൽ വെൻ യു ആർ ഡൂയിങ് സംതിങ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഇത് ചെയ്തു തുടങ്ങി. ഈ പേര് കുട്ടീസ് ലോകം, ഉഷാസ് കുട്ടി ലോകം എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി. ഇനി ഞാൻ ആരാന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ഗൾഫിലാണ് വളർന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ എന്നെ പഠിച്ച് അവിടുത്തെ സ്കൂളിങ്ങൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിലായപ്പോൾ നാട് എന്ന് പറയണത്, നമ്മൾ എപ്പോഴും വെക്കേഷൻ എന്ന് പറയണത് ജൂലൈ ഓഗസ്റ്റ്, ഇപ്പം ഈ ഒരു മന്ത് ഒക്കെ ആണ് നമ്മൾ എപ്പോഴും വിസിറ്റ് ചെയ്യുക. അപ്പോഴാണ് വന്ന് നിൽക്കാറ്. ഈ 2 മാസം ഭയങ്കര ത്രില്ലിംഗ് ആണ്. ബിക്കോസ് ഇപ്പം നമ്മൾ ഏതൊരു ഗൾഫിൽ പോണ ഒരു ആളാണെങ്കിലും പോയി തിരിച്ച് വന്ന എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൾഫിൽ പോണ ഒരാളാണെങ്കിൽ ദേ കം ബാക്ക്, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദേ വിൽ ഡു ഇസ് ദേ വിൽ ഗോ ടു ദെയർ ഹോംസ് ആൻഡ്
അപ്പോൾ എനിക്ക് 2 വീട്ടിൽ പോകണം. എൻ്റെ അച്ഛൻ്റെ വീട്ടിലും പോകണം, അമ്മയുടെ വീട്ടിൽ. അച്ഛൻ്റെ വീട്ടിലാണ്, ഇവിടെയാണ് വീട്. അപ്പോൾ ഇല്ലം എന്ന് പറയും. ഞാൻ നമ്പൂരിയാണ്, അപ്പോൾ ഇല്ലം എന്ന് പറയും. അപ്പോൾ ഇല്ലത്ത് പോവുക അല്ലെങ്കിൽ അമ്മാത്ത് പോവുക. അമ്മാത്ത് പോവുക എന്ന് പറയുമ്പോഴാണ് ഭയങ്കര ത്രില്ലിങ്. അല്ലെങ്കിൽ ഇല്ലത്ത് പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ത്രില്ലിങ്. രണ്ടൊരു ഈക്വലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം അമ്മാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരിക്കിൻ്റെ എപ്പിസോഡ് അല്ലെങ്കിൽ കരിക്കിൻ്റെ ഇതിലേക്ക് അമ്മാത്ത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് അതിൽ പറയണുണ്ട് ഒരു. അപ്പം അമ്മാത്ത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥലം, അങ്ങനെയാണ് നമ്പൂരിമാർ പറയുക. അപ്പം അമ്മാത്ത് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ പുഴയുണ്ട്, എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിഫറെൻറ്റ് ടെറൈൻ. ഒരു എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഹിൽ സൈഡിൽ പോയി, ഒരു പിറവം സൈഡാണ് അമ്മാത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഹില്ലി സൈഡ് ആണ് അത് പുഴയും ഒക്കെ ഉണ്ട്. മൂവാറ്റുപുഴയാണ് ചുറ്റുമുള്ളത്. അപ്പോൾ ഈ മൂവാറ്റുപുഴ അവിടെ കുളിക്കാം അല്ലേ. അപ്പോൾ അമ്പലമുണ്ട് അടുത്ത്, വലിയൊരു ശിവൻ്റെ ഒരു പെരുന്തിർക്കോൽപ്പൻ എന്ന് പറയും, പാഴൂരപ്പൻ എന്ന് പറയും. ആ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, അവിടെ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫിലുള്ള ചില ആൾക്കാരുണ്ടാവും, അവരുടെയൊക്കെ വീടുകളിൽ പോവുക. അപ്പോൾ കുറേ വീടുകളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം പോവാം, ഇന്ന് ഈ സ്ഥലത്ത് പോവാം, ഇന്ന് ഈ സ്ഥലത്ത് പോവാം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ കണക്ഷനാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ലൈഫിൽ. എനിക്ക് തോന്നണത് ഈ കോവിഡ് വന്ന സമയത്ത് എനിക്ക് തോന്നണത് അത് കുറേയൊക്കെ ഇപ്പം കുറേ പേര് ആൾക്കാർ കണക്ട് ചെയ്യണുണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് സമയത്ത് അത് പറ്റാത്ത കാരണം കുറേ പേര് മീഡിയയിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ അല്ലെങ്കിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പം അതുപോലെ നമ്മൾ പക്ഷേ ഇത് ഫിസിക്കലി വെൻ യു ഗോയിങ് ടു എ ഹോം ആൻഡ് യുവർ ബീങ് സെർവ്ഡ്. അപ്പം ഈ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഗൾഫിലായ കാരണം നമുക്കെപ്പോഴും നാട്ടിൽ വന്നെങ്കിൽ ഫുഡാണ്. അപ്പോൾ നാട്ടിൽ വന്ന് പ്രത്യേകിച്ച് ഒരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അച്ചപ്പം അല്ലെങ്കിൽ കുഴലപ്പം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഐറ്റംസ് നമ്മൾ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ശരിക്കും പറയാൻ വെച്ചാൽ അത് കഴിക്കുമ്പോൾ. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ഫേസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു കുറേ മെമ്മറീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ എം എ ബോൺ ഇൻ ദുബായ് ആൻഡ് ഓൾസോ studied in Dubai doesn't mean that I don't follow any culture values or anything. അതൊരു ഞാൻ കുറേയും കൂടെ എൻ്റെ അച്ഛനും അമ്മയായാലും അതെ കുറേയും കൂടെ കൾച്ചർ ഓറിയൻറ്റഡ് പേഴ്സൺസ് ആയ കാരണം കുറേയൊക്കെ എനിക്കും അതെ, എനിക്കൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയും എല്ലാവരും ഫോളോ ചെയ്യണതാണ് ഇതൊക്കെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നാറുണ്ട് ചില കാര്യങ്ങൾ. പിന്നെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില മെമ്മറീസാണ്. ഇപ്പോൾ ഫുഡ് ബേസ് ചെയ്തിട്ടാണ് ചില സ്ഥലത്ത് പോകുമ്പോൾ അതെന്നെ കിട്ടും. ലൈക്ക് വെൻ യു ആർ ഗോയിങ് ടു ദാറ്റ് പ്ലേസ്, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നത് കഴിച്ചു അല്ലെങ്കിൽ ഇന്ന ആളെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ലൈക്ക് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയായിരിക്കും. വെൻ യു ഗോ ടു ഹോം, ഇൻ സർട്ടൻ പീപ്പിൾസ് ഹോം, ഒരു ചില ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഫുഡുകൾ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ടാവും. അപ്പം അങ്ങനെ കുറേ ഓർമ്മകൾ ഉണ്ട്. ഇപ്പം ഈ ഞാൻ പറഞ്ഞ പാഴൂര് പോയി കഴിയുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ ചക്കയാണ്. ചക്കയുടെ ഒരു ലോകമാണ്. അപ്പോൾ ചക്ക വറുത്തത് അല്ലെങ്കിൽ ചക്ക വരട്ടി ഇങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ അമ്പലത്തിൽ പോവുക, ഉത്സവം ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ മഴയാണ് ശരിക്കും, ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴയാണ്. സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാവും അറ്റൻഡ് ചെയ്യാൻ, വല്ല വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു പെരുന്നാൾ, വല്ല 84 അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആൾക്കാരെ, കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. നൗ എനിക്ക് കൂടുതൽ മാറ്റം വന്നത് സത്യം പറഞ്ഞാൽ താങ്ക്സ് ടു ദം. ബിക്കോസ് ആക്ച്വലി നമ്മൾ നാട്ടിൽ വരുമ്പോഴാണ്
ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുക. അയ്യോ ഇതെന്താ അത് സംഭവം ജഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു സേ ദാറ്റ് റൈറ്റ്. പക്ഷേ പൊതുവെ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾ നാട്ടിൽ വരികയാണെങ്കിൽ പീപ്പിൾ ജഡ്ജ് ദം. ആക്ച്വലി എനിക്കത് കൂടുതൽ ഉപകാരം വന്നു സത്യം പറഞ്ഞാൽ. ഞാനത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് വിഷമം എന്താന്ന് വെച്ചാൽ വി കെയിം ഹിയർ ടു എൻജോയ് ജസ്റ്റ് 2 months ആൻഡ് ഇഫ് സംതിങ് ചില ആൾക്കാർ വന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വി ഡോണ്ട് കണക്ട് വിത്ത് ദം. പക്ഷേ അവർ ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യും. ലൈക്ക് എന്താ മിണ്ടാണ്ടിരിക്കണേ, അല്ലെങ്കിൽ എന്തത് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്താ നമ്മളെയൊന്നും അറിയില്ലേ, അങ്ങനെയൊക്കെ ആ ചോദ്യങ്ങൾ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ കാരണം നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന് ഉത്തരം പറയില്ല, അല്ലെങ്കിൽ ചിരിക്കും. ചിലരത് ഈസി ആയിട്ട് കാണും, ചിലരത് അധികം ഇതൊക്കെ എന്താ സംഭവം, അതൊക്കെ ഒരു കാര്യങ്ങൾ എന്ന്. പക്ഷേ ശരിക്കും പറയാൻ ഇതൊന്നും ആരും ഡിസ്കസ് ചെയ്യില്ല. അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ കുറേ പേരുണ്ടാവും ഈ ഗൾഫ് റിട്ടേൺസ് ആയിട്ടുള്ളവർ. അപ്പോൾ പിള്ളേർ കുറേ പേര് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയപ്പോൾ അതൊക്കെ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ നല്ലത് ഇപ്പം എൻ്റെ അച്ഛൻ്റെ കാര്യം ഞാൻ പറയാം. അച്ഛൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛന് അവിടെ പ്രസ്സിലായിരുന്നു വർക്ക് ചെയ്തേ. അച്ഛൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ്. അച്ഛൻ പാർട്ട്ണറാണെങ്കിലും പ്രസ്സിൻ്റെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും അച്ഛൻ എല്ലാവരോടും ഭയങ്കര ഇതായിട്ടാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ദാറ്റ് ഈസ് ഒരു ഭയങ്കര വലിയ ക്വാളിറ്റിയാണ്, ടു അക്സെപ്റ്റ് അനദർ പേഴ്സൺ ആസ് ഇറ്റ് ഈസ് എന്നുള്ളത് ആൻഡ് നോട്ട് ജഡ്ജ് ദാറ്റ് പേഴ്സൺ. അതാണ് ഞാൻ കണ്ടു വളർന്നത്. ബട്ട് വെൻ ഐ കം ഹിയർ പീപ്പിൾ മൈറ്റ് റോങ്ലി ആക്ച്വലി അവർക്ക് നമ്മളോടൊന്നുമില്ല സത്യം പറഞ്ഞാൽ, പക്ഷേ അവരത് പറയും. അപ്പോൾ എന്തായാലും കുറേ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് ഹാസ് ആക്ച്വലി ഇമ്പാക്റ്റഡ് മീ ഓവർ ടൈം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ, ഈ ബുക്ക് ഡിസൈൻ ചെയ്യുക, അത് സ്റ്റോളിട്ട് ഇതാവുക, സെല്ല് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ അതെങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പഠിച്ചെടുക്കാം. പിന്നെ അത് മാത്രമല്ല ജോലി നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി, അമൃതയിൽ ജോലി കിട്ടി. അപ്പം അത് ശരിക്കും പറയാൻ എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ എന്നോട് പറയും നല്ല നീ വട്ട് എവർ യു ഡൂയിങ്, സി ദിസ് ഇസ് വാട്ട് ഈ ഇപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ പേര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു സേ, ദിസ് ഇസ് ദി thing that I'm going to say, won't explain in this video, and that is authenticity. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തൻറ്റിക് ആണ് എന്നുള്ളത് എത്ര കാലം പോയാലും അത് ഇസ് ദെയർ. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കുറേ ഈശ്വരന്മാരുടെ പടങ്ങൾ വരയ്ക്കാറുണ്ട്. കുറേ ഈശ്വരന്മാരുടെ, അനവധി ഈശ്വരന്മാരുടെ, ഇപ്പം ഗണപതിയുടെ, അയ്യപ്പൻ്റെ, ഒട്ടേവർ എല്ലാ ഈശ്വരന്മാരുടെയും ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ മുത്തശ്ശി, ആക്ച്വലി ഐ എം റെസ്പെക്ടിങ് ഹർ ബിക്കോസ് ഷീ ഈസ് ഓൾസോ എ വെരി സ്റ്റേൺ പേഴ്സൺ, വെരി പോസിറ്റീവ് എന്ന് വെച്ചാൽ നല്ലോണം ഉഷാറുള്ള ഒരാളായിരുന്നു. ഇപ്പം ഇല്ല. പക്ഷേ മുത്തശ്ശി ചോദിച്ചായിരുന്നു വരച്ചുകൊണ്ട് എന്താണ് കാര്യം എന്ന്. അത് മുത്തശ്ശിയുടെ ലെവൽ ഓഫ് തിങ്കിങ് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഓരോ ലെവൽ ഓഫ് തിങ്കിങ്, ഞാൻ ആരെയും ഒന്നും പറയാനില്ല. പക്ഷേ ഇതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു പോയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തില്ല, നല്ല രീതിയിൽ നമ്മളൊരു സ്ഥലത്തെത്തും. അതിൻ്റെ കൂടെ ഈശ്വരൻ്റെ കൈയും കാലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാവാം. അപ്പം എൻ്റെ ഒരു ഫോർമാറ്റ് അതാണ്, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്പൂരി ആയതുകൊണ്ട് മാത്രമല്ല,
സ്പിരിച്വൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്ന് പറയണത് ഭയങ്കര നല്ല കാര്യമാണ് ലൈഫിലൊക്കെ. അപ്പം ഈ കാര്യങ്ങൾ പിന്നെ പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ കുറേ വെൻ ഐ വാസ് കിഡ് ഐ വാസ് ഫാറ്റ്. അത് ഞാൻ പറയാൻ മടിക്കേണ്ട കാര്യമല്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫേസ് ഉണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര, എന്നോട് കുറേ പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അതെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഓവർ ദ ടൈം പാസ് ബൈ ഐ ഇമാജിൻഡ് മൈസെൽഫ് ആസ് എ ഗ്രേറ്റ് പേഴ്സൺ. അങ്ങനെ ഞാൻ ഗ്രേറ്റ് പേഴ്സൺ ആണെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് വരും എന്നുള്ള ദൃഢമായൊരു വിശ്വാസം ഉള്ളിലുണ്ടാവുക. എന്നിട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഇതൊക്കെയെല്ലാം. അപ്പോൾ ഐ തിങ്ക് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് കുറച്ച് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബൈ പറയാം. Until next time, thank you for listening to what I have to say and everything. Thank you so much. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റെ ആ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, സ്റ്റേപ്പിൾ നോട്ട്ബുക്ക്, ബി ലവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഞാൻ ചെയ്തതാണ്. ഒന്നുമില്ല, വെറുതെ ഒരു കുറേ 2-3 പേന വെച്ചു, പിന്നെ ഐപാഡ് വെച്ചു. അപ്പം ഇത് ഞാനൊരു കണ്ടതാണ്, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ടു ബ്രിങ് ഔട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ആൻഡ് ഇതാണ് ഫോട്ടോഗ്രാഫി ചെയ്തത്. സിമ്പിളാണ്, ഇതൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ until next time, thank you for joining me into this കുട്ടി authentic video.